എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം മാറ്റി തരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ആ പ്രാർത്ഥനയ്ക്കൊപ്പം നമ്മൾ നമ്മുടെ റബ്ബിനെ നമ്മൾ സ്മരിക്കുക, അവൻ്റെ നാമങ്ങൾ വിളിച്ചുകൊണ്ട് നമ്മൾ അവനെ പ്രകീർത്തിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അതിന് പ്രതിഫലം കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. ചിലത് കുറച്ച് വഴുകും, ചിലത് ഉടനടി കിട്ടും. പ്രവാചകൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥന ഒരിക്കലും പാഴായി പോകില്ല. അതായത് അതിന് 3 തരത്തിൽ നിങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടുന്നതാണ്. ഒന്ന്, നിങ്ങൾ ചെയ്തു പോയ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്നതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ചോദിക്കുന്ന കാര്യം നമുക്ക് ഉടനെ തന്നെ നടക്കും. മൂന്നാമത് പറഞ്ഞത്, അത് നമ്മൾ ചോദിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് അതിനുള്ള പ്രതിഫലം നമ്മുടെ ഇന്നത്തെ ജീവിതത്തിലല്ല നാളത്തെ ജീവിതത്തിൽ നമുക്ക് തീർച്ചയായും പടച്ച റബ്ബ് നമുക്ക് അവിടെ കരുതി വെക്കും എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഏത് തരത്തിൽ നമുക്ക് ഗുണങ്ങളേ ഉള്ളൂ. നമ്മൾ വിചാരിക്കും നമുക്ക് പ്രാർത്ഥിച്ച ഉടനെ തന്നെ നമുക്ക് ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്ന്. ഇപ്പം മിക്ക ആളുകളും നിരീശ്വരവാദികളും യുക്തിവാദികളും ദൈവവിശ്വാസം ഇല്ലാത്തവരും ദൈവത്തെ നിഷേധിക്കുന്നവരൊക്കെ ആയി തീരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അവരാരും വിശ്വാസമില്ലാത്തവരായിരുന്നില്ല. പക്ഷേ അവരൊക്കെ വിശ്വാസമുള്ളവർ തന്നെ ആയിരുന്നു. പക്ഷേ അവർ ചോദിച്ചപ്പം തന്നെ അവർക്ക് കിട്ടിയില്ല.